ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതൊക്കെ സോപ്പുണ്ടല്ലോ, അതിപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഡപ്പയിൽ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴത്തേനും ആ വെള്ളത്തിൽ കിടന്ന് ആ സോപ്പ് അങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ 2 റബ്ബർ ഇട്ട് കൊടുക്കുക. വേണേൽ ക്രോസായിട്ടൊരു റബ്ബറും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതേപോലെ സോപ്പ് വെച്ച് കൊടുത്താൽ സോപ്പ് അലിഞ്ഞു പോകത്തില്ല. അപ്പം നമ്മൾ ഒരാഴ്ച കൊണ്ട് എടുക്കുന്ന സോപ്പ് 1 മാസം വരെ എടുക്കാം. കാരണം അത് വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞു പോകത്തുമില്ല. അപ്പം നമുക്ക് ഇതേപോലെ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രബ്ബർ വെച്ച് തേച്ചെടുത്ത് പാത്രം കഴുകാം. തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും വെക്കുകയും ചെയ്യാം. അപ്പോൾ ക്രോസായിട്ടൊരു റബ്ബറും കൂടെ ഇട്ടാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതേപോലെ വെച്ച് കഴുകിയാൽ അതിൻ്റെ നമ്മൾ അഴുക്ക് വെള്ളം അങ്ങ് പോവുകയും ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ പാത്രം കഴുകുമ്പോഴത്തേനും ആ വെള്ളവും സോപ്പ് വെള്ളവും കൂടെ കെട്ടി നിന്നിട്ട് നമുക്ക് അഴുക്കാകും. ആ വെള്ളം ഫുള്ളായിട്ട് ആ സോപ്പ് അങ്ങ് അലിഞ്ഞങ്ങ് പോകും വെള്ളത്തിൽ കിടന്ന്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും അഴുക്ക് വെള്ളം അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ റബ്ബറൊക്കെ ടിന്നിനകത്ത് സൂക്ഷിക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങനെ ഒട്ടലുണ്ടാകും. ഒട്ടി അത് പശ പോലെ ഒട്ടലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് തൂകി കൊടുക്കുക. റബ്ബറിൻ്റെ പുറത്തായിട്ട് കുറച്ച് പൗഡർ തൂകി കൊടുക്കുക. അപ്പം നമുക്ക് കട്ടയില്ലാതെ എത്ര നാൾ വേണേലും ഈ റബ്ബർ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒന്നിനോടൊന്നും ഒട്ടത്തില്ല. എല്ലാം കൂടെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ അതെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് റബ്ബർ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് ചീത്തയായിപ്പോവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര വർഷം വേണേലും ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തക്കായൊക്കെ ഇതേപോലെ വേടിച്ചാൽ പെട്ടെന്ന് അത് കറുത്തു പോവും, തൊലിയൊക്കെ കറുത്തു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ, സെല്ലോ ടേപ്പ്, ഇതേപോലെ ആ ഭാഗത്ത് ഒന്ന് ചുറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഞെട്ട് ഭാഗത്തായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ കുറേ ദിവസം വരെ നമുക്ക് ഇത് തൊലി കറുക്കാതെയും അതേപോലെ തന്നെ പെട്ടെന്ന് ചീത്തയാകാതെയും ഇരുന്നോളും. അപ്പോൾ ഇതേപോലെ ആ ചെവിട് ഭാഗത്തോട്ട് നമ്മൾ സെല്ലോ ടേപ്പോ എന്തെങ്കിലും ഒരു ടേപ്പ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്താണേലും ഇരുന്നോളും. തൊലി കറുക്കാതെ പെട്ടെന്ന് പഴുത്തു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ടിരിക്കുന്ന കണക്കിന് ഇരുന്നോളും പഴം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ എല്ലാം ഈ രീതിയിൽ ഇതേപോലെ ചുറ്റിയെടുക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ പല്ലി അതേപോലെ തന്നെ ഈച്ച, എലി ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഉള്ളത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിനുസമുള്ള പേപ്പർ ഉണ്ടല്ലോ, ഫുഡ് കൊണ്ടുവരുന്നതാണേലും അതല്ലെങ്കിൽ അലുമിനിയം കോയിൽ, അപ്പോൾ ഇങ്ങനത്തേക്കുള്ള പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കൊച്ചു പീസാക്കി നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഇതിൻ്റെ പുതിയ സൂത്രം എന്ന് പറഞ്ഞാൽ ഈച്ച, പല്ലി രാത്രി നമുക്ക് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ശല്യം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള അതൊക്കെ ഒഴിവാക്കാം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു തിളക്കമുള്ളതുകൊണ്ട് നല്ല മിനുസമുള്ള പേപ്പർ വേണം ഇതേപോലെ എടുക്കാൻ. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറാണേലും മതി. അപ്പോൾ ഇതേപോലെ ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു നല്ലൊരു വെള്ള കവറ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ട് കാണണം. അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേന് പുറത്ത് കാണുന്ന രീതിയിലുള്ള നല്ല വെള്ള കളറിലെ കവർ എടുക്കുക. ഇതേപോലത്തെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ അരിഞ്ഞ പേപ്പർ കഷ്ണങ്ങളെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നല്ലൊരു തിളക്കമാണ്. കാരണം ഇങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ കെട്ടിയിടുമ്പം തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയാണോ പല്ലിശല്യം അതേപോലെ തന്നെ എലി രാത്രി വന്നാൽ തന്നെയും ഈ ഒരു തിളക്കം കണ്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ച് ഈ ഒരു തിളക്കം നിൽക്കും. കാരണം എന്തായാലും നമ്മൾ രാത്രിയിൽ ഒരു ചെറിയ വെട്ടം കാണുമല്ലോ. അപ്പം ആ ഒരു വെട്ടം ഇതിനകത്തോട്ട് അടിക്കുമ്പോഴത്തേനും നമ്മുടെ ആ പേപ്പർ കഷ്ണങ്ങളൊക്കെ തിളങ്ങും. അപ്പോൾ പല്ലിയാണേലും എലിയാണേലും അതേപോലെ എന്താണേലും അത് ആളനക്കം ഉണ്ടെന്നും പറഞ്ഞങ്ങ് പോകും. ഈ വെട്ടം തിളങ്ങുമ്പോഴത്തേന് അതിങ്ങനെ കിടന്ന് നല്ലൊരു വെട്ടമായിരിക്കും അതിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് അനങ്ങുമ്പോഴത്തേനും അത് ഈ എന്താണേലും രാത്രി വരുന്ന ഇഴജന്തുക്കളെല്ലാം ഇത് കാണുമ്പോഴത്തേനും പോയി കളയും. അതേപോലെ തന്നെ നമുക്ക് റൂമിലാണേലും ഇതേപോലെ തൂക്കിയിടാം. അപ്പോൾ ഈ ഒരു വെട്ടം അടിച്ചിട്ട് ഒരു സാധനവും വരത്തില്ല. അപ്പം എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം വീണ്ടും ഇതേപോലെ അടുത്ത ടിപ്സുകളുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.